നമസ്കാരം സുഹൃത്തുക്കളെ. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല തുടങ്ങി വെച്ച അഭിമാനകരമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്, അതായത് ലഹരി ക്യാമ്പയിനാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ക്യാമ്പയിൻ. ലഹരിക്കെതിരെ ശക്തമായിട്ട് കേരള പോലീസിനെയും എക്സൈസിനെയും ഉപയോഗിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ലഹരി ഇല്ലായ്മ ചെയ്യുക, ലഹരി അമർച്ച ചെയ്യുക എന്ന ഉദ്യമത്തോടെ തുടങ്ങി വെച്ചൊരു പരിപാടിയാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ. എന്തായാലും ഹിറ്റ് അടിച്ചു എന്ന് തന്നെ പറയാം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് നിരവധി കേസുകൾ ചാർജ് ചെയ്യുകയും നിരവധി ലഹരി കച്ചവടക്കാരെ പൂട്ടുകയൊക്കെ ചെയ്ത ഈ പരിപാടി എന്തായാലും സക്സസ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്ത പറയാനുള്ളത്, തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ജോസഫ് വിജയ് കൊച്ചിയിലെത്തുന്നു. അടുത്ത് തന്നെ നടക്കാനായിട്ട് പോകുന്ന വലിയൊരു പ്രോഗ്രാമിൽ, അതായത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ലഹരി വിരുദ്ധ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട്, പരിപാടിയിൽ വലിയൊരു ഈവൻറ്റിൽ പങ്കെടുക്കാനായിട്ട് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ജോസഫ് വിജയ് എത്തുന്നു. അതോടൊപ്പം കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നമ്മുടെ ലാലേട്ടൻ, സാക്ഷാൽ മോഹൻലാലും ആ പരിപാടിയിൽ പങ്കെടുക്കും. നിരവധി താരങ്ങളും പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും ഗ്രാൻഡ് പരിപാടിയാണ് കൊച്ചിയിൽ നടക്കാൻ പോകുന്നത്. രമേശ് ചെന്നിത്തല നേരിട്ട് ചെന്നൈയിൽ വിജയുടെ ഓഫീസിലെത്തി വിജയെ ക്ഷണിക്കുകയാണ് ഉണ്ടായത്. രമേശ് ചെന്നിത്തലയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ജോസഫ് വിജയ് പറഞ്ഞത്, തമിഴ്നാട്ടിലും ഇതുപോലൊരു പരിപാടി ഓപ്പറേഷൻ തൂഫാൻ എന്നതുപോലെ തമിഴ്നാട്ടിലും ലഹരിക്കെതിരെ ശക്തമായൊരു പരിപാടി സംഘടിപ്പിക്കും, ശക്തമായൊരു ലഹരി വിരുദ്ധ പോരാട്ടം സംഘടിപ്പിക്കും എന്ന് തന്നെയാണ് ജോസഫ് വിജയും പറഞ്ഞിട്ടുള്ളത്. ലഹരിക്കെതിരെ കേരളത്തിൽ രമേശ് ചെന്നിത്തല നടത്തുന്ന ഓപ്പറേഷൻ തൂഫാൻ എന്തായാലും മെഗാ ഹിറ്റ്, ബ്ലോക്ക് ബസ്റ്റർ ആകും എന്ന് തന്നെയാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. താരങ്ങൾ, അതായത് യുവാക്കളെ ആകർഷിക്കാൻ പറ്റുന്ന താരങ്ങളാണ് നമ്മുടെ ലാലേട്ടനും അതേപോലെ തന്നെ ജോസഫ് വിജയും. അവർ പറഞ്ഞാൽ അനുസരിക്കുന്ന യുവാക്കൾ ധാരാളമുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആരാധകരുള്ള താരങ്ങളാണ് മോഹൻലാലും വിജയും. അപ്പോൾ ഇവർ രണ്ടുപേരും കേരളത്തിലെ മറ്റു താരങ്ങളൊക്കെ കൂടെ പങ്കെടുക്കുന്ന കൊച്ചിയിലെ ഏറ്റവും വലിയ ഗ്രാൻഡ് ഈവൻറ്റിൽ എന്തായാലും ഇതൊരു സക്സസ്, തൂഫാന്റെ ഒരു സക്സസ് ഈവന്റ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. അത്രയധികം ലഹരി കേസുകൾ, ലഹരിക്കാരെ പൂട്ടി ധാരാളം പേരെ അകത്തിടുകയൊക്കെ ചെയ്തൊരു ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഈ നല്ലൊരു പരിപാടി, രമേശ് ചെന്നിത്തല കൊണ്ടുവന്നിട്ടുള്ള ഈ നല്ലൊരു പരിപാടിയിൽ വിജയും മോഹൻലാലും അണിചേരുമ്പോൾ കുറെ കൂടെ യുവാക്കൾക്ക് അതൊരു നല്ലൊരു മെസ്സേജ് കൊടുക്കാനായിട്ട് പറ്റും. അവരെ നല്ല രീതിയിൽ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. എല്ലാ യുവാക്കളും ലഹരിക്ക് അടിമയല്ല, പക്ഷേ കുറച്ച് ചെറിയൊരു ശതമാനം യുവാക്കൾ എന്നിൽ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതം നശിച്ചു പോകുന്നൊരവസ്ഥയിലേക്കാണ് കേരളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ മാറ്റിയെടുക്കാനായിട്ടാണ് ഈ UDF അധികാരത്തിൽ വന്നതിന് ശേഷം ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാൻ എന്ന ഒരു പരിപാടിക്ക് രൂപം കൊടുക്കുന്നത്. അതെന്തായാലും സൂപ്പർ ഹിറ്റായി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇപ്പോൾ മോഹൻലാലും നമ്മുടെ ദളപതി വിജയും പങ്കെടുക്കുന്ന ഈ ഈവന്റ് കഴിയുന്നതോടുകൂടി കുറെ കൂടെ നല്ലൊരു പ്രചാരം ഓപ്പറേഷൻ തൂഫാന് കിട്ടും. അതോടൊപ്പം ലഹരി ഉപേക്ഷിക്കുന്ന യുവാക്കളുടെ എണ്ണവും വർദ്ധിക്കുമെന്ന് തന്നെ പ്രത്യാശിക്കാം.